السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് അതിൻ്റെ ആഴത്തിലുള്ള പഠനം, പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക സമൂഹം എന്ന നിലയിൽ നമ്മുടെ വിശ്വാസത്തെയും ആദർശത്തെയും ബാധിക്കുന്ന, പ്രത്യേകിച്ച് പരലോക ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വലിയ താല്പര്യപൂർവം തസവുഫിൻ്റെ സൂഫി തിയറികൾ താല്പര്യപൂർവം പഠിച്ച ഒരാളല്ല. മറിച്ച് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നേരെ വരുന്ന വെല്ലുവിളികളെക്കുറിച്ച് സാധാരണഗതിയിൽ പഠനം നടത്തുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ തസവുഫ് എന്നത്, സൂഫിസം എന്നത് ഞാനും നേരത്തെ മനസ്സിലാക്കിയത്, നമ്മളിൽ പലരും മനസ്സിലാക്കിയിട്ടുണ്ടാവുക, സൂഫിസം എന്ന് പറയുന്നത് ഒരു ആധ്യാത്മികമായ, മനുഷ്യരെ നന്മയിലേക്ക്, ഭക്തിയിലേക്ക് നയിക്കുന്ന, കൂടുതൽ മറ്റുള്ളവരെക്കാളെല്ലാം അള്ളാഹുവിനെ പേടിച്ച്, പടച്ചവനെ പേടിച്ച്, പരലോക ചിന്തയോടുകൂടി ജീവിതം ശീലിപ്പിക്കുന്ന ഒരു ആധ്യാത്മികമായ ഒരു വഴി എന്നാണ് സൂഫിസത്തെക്കുറിച്ച് നിങ്ങളെപ്പോലെ തന്നെ ഞാനും നേരത്തെ മനസ്സിലാക്കി. വിചാരിക്കുന്നു ഇതിലെ ഭൂരിപക്ഷം ആളുകളും സൂഫിസത്തെക്കുറിച്ച്, തസവുഫിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ധരിച്ചു വെച്ചിട്ടുണ്ടാവുക ആ രൂപത്തിലാണ്. എന്നാൽ 2016 മാർച്ച് മാസത്തില്, മാർച്ച് 16-17 തീയതികളിൽ ഡൽഹിയിൽ ഒരു സമ്മേളനം നടന്നു. അത് അന്താരാഷ്ട്ര സൂഫി സമ്മേളനമാണ്. ഈ സൂഫി സമ്മേളനത്തിന്റെ സംഘാടകര് BJP ആണ്. നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് അതിന്റെ പ്രധാനപ്പെട്ട സംഘാടകര്. അപ്പോഴാണ് ഈ സൂഫിസത്തെ കുറിച്ച് ഒരു പഠനം നടത്തണം, എന്താണ് ഇതും ഇസ്ലാമും തമ്മിൽ ഉള്ള ബന്ധം, എന്തുകൊണ്ടാണ് ഒരിക്കലും മുസ്ലിങ്ങൾക്ക് ഗുണം പ്രതീക്ഷിക്കാത്ത, ഗുണമുണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു സംഘം ഇത്തരത്തിലൊരു വലിയ അന്താരാഷ്ട്ര സൂഫി സമ്മേളനത്തിന് ഇന്ത്യയിൽ ആതിഥ്യമരുളാൻ കാരണം എന്ന ഒരു സംശയത്തിന്റെ മുകളിലാണ് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ഇത് പഠിച്ചപ്പോഴാണ് ഒരു കാര്യം ബോധ്യപ്പെട്ടത്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ആര്യന്മാർ ഉണ്ടാക്കിയിട്ടുള്ള ആര്യമതസ്ഥർ, അഥവാ ബുദ്ധൻ, സൗരാഷ്ട്രമതം, ഹിന്ദുമതം, ഇത്തരത്തിലുള്ള ആര്യമതത്തിൽപ്പെട്ട ആളുകൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്യാൻസറാണ് യഥാർത്ഥത്തിൽ സൂഫിസം എന്ന് ബോധ്യപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് സൂഫി ഗ്രന്ഥങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ സൂഫികളെ കുറിച്ച് അവർ തന്നെ അനുകൂലിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് എന്ന് ബോധ്യപ്പെടുന്നത്. ആ വിഷയത്തെക്കുറിച്ച് ആമുഖമായി സൂചിപ്പിക്കട്ടെ. ഇസ്ലാമിനെ നശിപ്പിക്കാൻ, മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ ലോകത്ത് ഒരുപാട് ശത്രുക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. അത് കായികമായി മുസ്ലിങ്ങളെ നേരിട്ട് കൊണ്ട്, ഇസ്ലാമിനെ നേരിട്ട് കൊണ്ട് നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യകാലങ്ങളിൽ നടന്നത്. എന്നാൽ മറ്റൊരു ശ്രമം നടന്നിട്ടുള്ളത് മുസ്ലിങ്ങൾക്ക് ഉള്ളിൽ കടന്നുകൊണ്ട്, ഇസ്ലാമിന്റെയും മുസ്ലിം സമുദായത്തിന്റെയും ഉള്ളിൽ കടന്ന് മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ്. ആ ശ്രമം പ്രധാനമായി ഒന്ന് നടത്തിയിട്ടുള്ളത് ജൂതന്മാരാണ്. ജൂതന്മാര് അതിൻ്റെ ഏറ്റവും ശാസ്ത്രീയമായ രൂപം അവർ സ്വീകരിച്ചു. അതിലൊന്നാണ് ഷിയായിസം എന്ന് പറയുന്നത്. സത്യത്തിൽ ഷിയായിസത്തിന്റെ സൃഷ്ടികർത്താക്കൾ ആരാണെന്ന് ചോദിച്ചാൽ അബ്ദുല്ലാഹിബ്നു സബഅ എന്ന് പറയുന്ന ജൂതൻ, അത് പ്രവാചകന്റെ കാലഘട്ടത്തിന്റെ തൊട്ടു ശേഷം തന്നെ
മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം മുതൽ തുടങ്ങിയിട്ട് അത് അതിതീവ്രമായ രൂപത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ അന്ധവിശ്വാസങ്ങളും മുസ്ലിങ്ങൾക്കിടയിൽ അന്ധചിത്രതയും ഉണ്ടാക്കാൻ ഷിയായിസത്തിന് സാധിച്ചു. രണ്ടാമത് ജൂതന്മാർ ശ്രമിച്ച ശ്രമമാണ് ദേനുമായി എന്ന് പറയുന്ന ഒരു മതമുണ്ട്. അത് ജൂതമതം തന്നെയാണ് സത്യത്തിൽ. രണ്ട് കാര്യമാണ് ജൂതന്മാർ ചെയ്തത്. ഞാനത് ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ നാനാവശങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയെങ്കിലേ എന്തുകൊണ്ട് സൂഫിസം ഇത്തരം അപകടമുള്ളതാണ് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ദേനുമായി മതം എന്ന് പറയുന്നത് ജൂതന്മാർ ലോകത്ത് രണ്ട് മതത്തെ ഉള്ളിൽ കയറി നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നത്. അതൊന്ന് ക്രിസ്തു മതത്തെയാണ്, മറ്റൊന്ന് ഇസ്ലാം മതത്തെയാണ്. ക്രിസ്തു മതത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇവരുണ്ടാക്കിയതാണ് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനി വിഭാഗം. അമേരിക്കയിലെ ക്രിസ്ത്യാനികൾ എപ്പോഴും ഇസ്രയേലിനും പിന്നെ ജൂതായിസത്തിനും അനുകൂലമായി നിൽക്കുന്നത് എന്താണെന്ന് പലപ്പോഴും നമ്മുടെ ഈ ഫലസ്തീൻ പ്രശ്നമൊക്കെ വായിക്കുമ്പോൾ സംശയം തോന്നാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ അമേരിക്കയിലെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ യഥാർത്ഥ ക്രിസ്ത്യാനികളല്ല അവര്, മറിച്ച് ജൂതന്മാർ ജൂത റബ്ബി എന്ന് പറഞ്ഞാൽ ജൂത മൊയ്ലിയന്മാര്, ജൂത പണ്ഡിതന്മാർ അവിടത്തെ ജൂതരായ ആളുകൾക്ക് കൊടുത്ത നിർദ്ദേശമാണ് യൂറോപ്പിൽ നിന്ന് അക്രമം നേരിടാതിരിക്കാൻ ക്രിസ്ത്യാനികളായി അഭിനയിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾക്കിടയിൽ ജീവിക്കുക. അങ്ങനെ ജീവിച്ച് അവസാനം അതൊരു ക്രിസ്തു സഭയായി മാറുകയും അതിനെയാണ് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്. ഇതേപോലെ മുസ്ലിമീങ്ങൾക്കിടയിൽ അവര് നുഴഞ്ഞു കയറി ദേനുമായികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഉണ്ടാക്കുകയും ആ ദേനുമായി വിഭാഗമാണ് പിന്നീട് നമ്മൾ കാണുന്ന തുർക്കി ഖിലാഫത്തിലേക്ക് വരെ എത്തുന്നത്. പിന്നെ സമയം അനുവദിക്കാത്തതിന്റെ ആഴത്തിലേക്ക് പോകണില്ല. നിങ്ങളൊക്കെ ഒരുപക്ഷെ വായിച്ചിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉണ്ടാകും 921 ഖിലാഫത്ത് വിപ്ലവം എന്നൊക്കെ പറയുന്നത്. നമ്മളിവിടെ ഖിലാഫത്ത് തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കി അതിന്റെ പേരിൽ വിപ്ലവം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ തുർക്കി ഖിലാഫത്തിൽ ഉണ്ടായിരുന്ന ജൂതന്മാര് 13 മന്ത്രിമാരുടെ കൂട്ടത്തിൽ 3 മന്ത്രിമാര് നല്ല തികഞ്ഞ ജൂതന്മാരായിരുന്നു. അവരാണ് ഈ ദേനുമായി മതത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. അവസാനം ഈ ഫലസ്തീൻ ജൂതന്മാർക്ക് പാകപ്പെടുത്തിയ മണ്ണാക്കി മാറ്റുന്നതിൽ നല്ല പങ്ക് വഹിച്ചവരാണ് ഈ ദേനുമായി ജൂതന്മാർ. എന്ന് സൂചിപ്പിച്ചത് ഒരു ഭാഗത്ത് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിക്കാൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ കയറി നശിപ്പിക്കാൻ ശ്രമിച്ച ശക്തികൾ ജൂതന്മാരാണ്. മറുഭാഗത്ത് ആര്യന്മാരാണ് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഉള്ളിൽ കയറിയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ച ശക്തികൾ. അത് ഇസ്ലാമിന്റെ അടിത്തറ, ഇസ്ലാം ഇത്രയേറെ പ്രൗഢോജ്വലമായി ഏറ്റവും ഉന്നതമായി ഇസ്ലാം നിൽക്കുന്നതിന്റെ കാരണം എന്താ? അതിന്റെ 4 ഘടകങ്ങളുണ്ട്. അതിലൊന്ന് അതിന്റെ അഖീദയാണ്, ഒന്നാമത്തെ അതിന്റെ വിശ്വാസമാണ്, രണ്ടാമത്തെ അതിന്റെ വിജ്ഞാനമാണ്, മൂന്നാമത്തേത് അതിന്റെ ഐക്യമാണ്, മുസ്ലിങ്ങൾക്കിടയിലുള്ള ഐക്യമാണ്, നാലാമത്തേത് ഇത്തിബാഉ റസൂലാണ്, പ്രവാചകനെ പിൻപറ്റലാണ്. ഈ 4 കാര്യങ്ങളിൽ എന്ന് മുസ്ലിങ്ങൾ അടിയുറച്ചു നിന്നിട്ടുണ്ടോ അന്നൊക്കെ മുസ്ലിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിച്ച ആര്യമതസ്ഥർ ആദ്യം ശ്രമിച്ചത് 2 സംഗതികൾ പൊളിക്കാനാണ്. അതിൽ ഒന്ന് ഇസ്ലാമിന്റെ വിജ്ഞാനമാണ്. വിജ്ഞാനദാഹത്തെ പൊളിച്ചു മാറ്റുക. ഏതൊരു സമൂഹത്തെയും ഏതൊരു ഉമ്മത്തിനെയും നിങ്ങൾക്ക് നശിപ്പിക്കണമെങ്കിൽ അതിനേറ്റവും നല്ല മാർഗം അവരുടെ വിജ്ഞാനദാഹം, അവരുടെ വൈജ്ഞാനിക മേഖലയെ തകർത്ത് കളയുക എന്നതാണ്. രണ്ടാമത്തേത് അവരുടെ വിശ്വാസത്തെ തകർക്കുക എന്നതാണ്. ഇവിടെയാണ് സൂഫിസത്തിന്റെ കടന്നുവരവ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ നോട്ട് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ആ നോട്ടിൽ പറയുന്ന സൂഫിസത്തിന്റെ വളർച്ചയുടെ 3 ഘട്ടങ്ങളുണ്ട്. സൂഫിസം ലോകത്ത് ഉണ്ടായിട്ടുള്ള 3 ഘട്ടങ്ങളുണ്ട്. ആ 3 ഘട്ടങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തേത് വഅലിന്റെ ഘട്ടമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് സൂഫിസം കടന്നു വരാനുള്ള ഒരു കാരണമുണ്ട്. അബ്ബാസി കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ 3-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടുള്ള വലിയ കുറെ കുഴപ്പങ്ങളുണ്ട്. മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ട്, കർബല യുദ്ധം മുതൽ തുടങ്ങിയിട്ട്
മുസ്ലിങ്ങൾക്കിടയിലുണ്ടായ രക്തരൂക്ഷിതമായ കുറെ വിപ്ലവങ്ങൾ, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരു ഭാഗത്ത് ഫാത്തിമികള്, വേറെ ഭാഗത്ത് സൽജൂക്കികൾ, വേറെ ഭാഗത്ത് ഉസ്മാനികൾ, വേറെ ഭാഗത്ത് അബ്ബാസികൾ, ഇങ്ങനെ മുസ്ലിങ്ങൾ പരസ്പരം തമ്മിലടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിൽ മനംനൊന്ത് ഇതിൽ നിന്നൊക്കെ വിട്ടിട്ട് വെറും ഇബാദത്തുകളിൽ മാത്രം ഒതുങ്ങിക്കൂടിയ നല്ല ചില മനുഷ്യന്മാരുണ്ട്. ഹസനുൽ ബസരിയെ പോലെ ഉള്ള താബിഇകളായ ആളുകൾ. അവര് വേറെ ഒന്നും ലക്ഷ്യം വെച്ചിട്ടില്ല. എന്തേ ഉള്ളൂ, ഈ നാട്ടിലെ കുഴപ്പത്തിൽ നിന്നൊക്കെ അകന്നു നിന്നിട്ട് എന്ത് ചെയ്യണം, അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടണം. അങ്ങനെ ഒതുങ്ങിക്കൂടിയിട്ടുള്ള യഥാർത്ഥ തസവ്വുഫിന്റെ, യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കുഴപ്പങ്ങളിൽ നിന്ന് അകന്നു നിന്ന ആളുകൾ ഉണ്ട്. എന്നാൽ ഈ തക്കം പാർത്ത്, ഇത്തക്കം ഉപയോഗപ്പെടുത്തിയിട്ടാണ് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, ഈ 3 പ്രദേശങ്ങൾ. ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്തറിയോ? ഇസ്ലാം അവിടേക്ക് കടന്നു ചെല്ലുന്നതിന്റെ മുമ്പ് അവിടെ ഉണ്ടായിരുന്ന മതങ്ങൾ ആര്യമതങ്ങളാണ്. പ്രത്യേകിച്ച് സൗരാഷ്ട്ര മതം, ബുദ്ധമതം, ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ബ്രാഹ്മണ മതം, അദ്വൈത മതം, ഇതൊക്കെയാണ് ആ നാടുകളിൽ ഉണ്ടായിരുന്നത്. ഇറാന്, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ഈ പ്രദേശങ്ങളിൽ. ഈ പ്രദേശത്ത് നിന്നാണ് സൂഫിസത്തിന്റെ കടന്നുവരവിന്റെ തുടക്കം. അവിടെ ഈ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ചെയ്ത പണി വാഇമീങ്ങളായിട്ട് രംഗത്ത് വന്നു എന്ന് പറഞ്ഞാൽ ഇൽമിനെ പൊളിച്ചു കളഞ്ഞു, വിജ്ഞാനദാഹത്തെ. അതിന് ആദ്യം ചെയ്ത പണി എന്തറിയോ? ഫിഖ്ഹിന്റെ പ്രാധാന്യം ഉണ്ടാക്കിയെടുത്തു. നമുക്കറിയാം, ഒരുപക്ഷെ ഇതിൽ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളില്ലേ, അല്ലേ? ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കുന്ന ആളുകളുണ്ടോ? ഇസ്ലാമിക് ഹിസ്റ്ററി ഡിഗ്രി ഒരാള്. സ്പെയിനിന്റെ ചരിത്രം നിങ്ങൾ വായിക്കേണ്ട ഒരു ചരിത്രമാണ്. ഇസ്ലാമിക് സ്പെയിൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം, പൊതുരംഗത്തുള്ള മുസ്ലിം വിദ്യാർത്ഥി നിർബന്ധമായും വായിച്ചിരിക്കേണ്ട ഒരു ചരിത്രമാണ് ഇസ്ലാമിക് സ്പെയിനിന്റെ. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ശാസ്ത്ര പുരോഗതി ഉണ്ടാക്കിയിട്ടുള്ളത് ആ കാലഘട്ടത്തിലാണ്. നിങ്ങൾ ഒരുപക്ഷെ 2015 ഈ ഐക്യരാഷ്ട്രസഭ പ്രകാശ വർഷമായിട്ട് ആചരിച്ചിരുന്നു. 2015 എന്തുകൊണ്ടറിയോ? പിന്നെ കിതാബുൽ മനാലിർ എന്ന് പറയുന്ന ഇബ്നു ഹസമിന്റെ ഒരു ഗ്രന്ഥമുണ്ട്. അതാണ് ഈ ഒപ്റ്റിക്കൽ സയൻസിൽ ആദ്യമായിട്ട് ലോകത്ത് വിരചിതമായ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് കിതാബുൽ മനാലിർ. അതിന്റെ മുമ്പ് ഒപ്റ്റിക്കൽ സയൻസിൽ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. ലോകത്ത് ആദ്യമായിട്ട് വൈദ്യശാസ്ത്രത്തിൽ എഴുതുന്ന ഗ്രന്ഥമാണ് കാനൂൻ തിബ്. ലോകത്ത് ആദ്യമായിട്ട് ഈ സാമൂഹ്യ ശാസ്ത്രത്തില് അല്ലെങ്കിൽ ചരിത്രത്തിന്റെ വരുംവരായികളെ കുറിച്ച് പറയുന്നതാണ് ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമ. ഇങ്ങനെ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ലോകത്ത് ശാസ്ത്രരംഗത്ത് എല്ലാ മേഖലയും കീഴടക്കിയിരുന്ന ഒരു രംഗമുണ്ട്. അന്ന് മുസ്ലിങ്ങളെ തകർക്കാൻ ആദ്യം ഉപയോഗപ്പെടുത്തിയത് ഈ ശാസ്ത്ര പഠനത്തിൽ നിന്ന് മുസ്ലിങ്ങളെ പുറകോട്ട് വലിച്ചു എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠനത്തിൽ നിന്ന് മുസ്ലിങ്ങളെ പുറകോട്ട് വലിച്ചു. എന്നിട്ട് അവിടേക്ക് ഫിഖ്ഹിന്റെ പഠനം, കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രാധാന്യം ഉണ്ടാക്കി കൊടുത്തു. കർമ്മശാസ്ത്ര തർക്കങ്ങൾ. പള്ളി ദർസിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? പള്ളി ദർസിൽ ഓതുന്ന ആരെങ്കിലും ഇതിലുണ്ടോ? ഇല്ല. ചില ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ, ദർസുകളിൽ ഓതുന്ന ചില ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ചില ചർച്ചകളുണ്ട്. അത് രസാവഹമായ ചർച്ചയാണ്. എന്ന് പറഞ്ഞാല് ഒരു പള്ളിയില് ഇഴ്ത്തിക്കാപ്പിരിക്കേണ്ടത് എവിടെയാ? റമദാനിൽ ഇഴ്ത്തിക്കാപ്പിരിക്കേണ്ടത് എവിടെയാ? പള്ളിയിലല്ലേ? ഒരു പള്ളിയിലെ നടുവിൽ നിന്ന് ഒരു വൃക്ഷം വളർന്ന് പന്തലിച്ചു വന്നു. എന്നിട്ട് ആ വൃക്ഷത്തിന്റെ ശിഖരം പള്ളിയുടെ മുകളിലായി. ആ പള്ളിയിലെ മുകളിലെ ആ വൃക്ഷത്തിന്റെ ശിഖരത്തുമ്മൽ എഴുത്തിക്കാപ്പിരുന്നാൽ എഴുത്തിക്കാപ്പിന്റെ കൂലി കിട്ടുമോ ഇല്ലയോ? ഒരു ഫിഖ്ഹ് ഗ്രന്ഥത്തിലെ കാര്യമായ ചർച്ചയാണ്. ഇതുമായിട്ട് കുറെ തർക്ക വിതർക്കങ്ങൾ. എന്താണെന്ന് ഒന്നുകൂടി പറയാം. ഒരു പശു ഒരു മനുഷ്യക്കുട്ടിയെ പ്രസവിച്ചു. പശു മനുഷ്യക്കുട്ടിയെ പ്രസവിച്ചു, അല്ലേ? ഈ മനുഷ്യക്കുട്ടി പിന്നീട് എന്ത് ചെയ്തു? ഓന് കിതാബെല്ലാം ഓതി വലിയ ആലിമായി പള്ളിയിൽ ഇമാമായിട്ട് നിൽക്കണം. അപ്പൊ നമ്മുടെ തർക്കം എന്താ അറിയോ?
ഈ പശുവിന്റെ മോനെ ഉളുഹിയത്തിന് അറക്കാൻ പറ്റുമോ ഇല്ലയോ? ഒന്ന്. ഈ പശുവിന്റെ മോനെ കാളിയാക്കാൻ പറ്റുമോ ഇല്ലയോ? അവസാനം ചർച്ച അവസാനിക്കുന്നത് എന്തറിയോ? ഇവനെ വേണേ കാളിയാക്കാം, ഉളുഹത്തിന് കുട്ടനെ കിട്ടിയിട്ടില്ലെങ്കിൽ അവനെ തന്നെ എന്ത് ചെയ്യാം, പിടിച്ചറക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് കിട്ടുന്നത്? എന്തേലും ഉണ്ടോ? ഇല്ല. വൃതാവിലായ വെറുതെ കുറെ ചർച്ചകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ അല്ല സൃഷ്ടാവാണോ? എന്താ ഖുർആൻ സൃഷ്ടിയാണോ? ആണ്. അങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല. സൃഷ്ടാവാണോ? അല്ല. പിന്നെന്താണ്? ഒരു ചുക്കുമില്ല അതില്. ഖുർആൻ അള്ളാന്റെ കലാമാന്നുള്ള പറഞ്ഞു, അങ്ങനെ വിശ്വസിച്ചാ പോരെ. അതിന്റെ പേരിൽ നീണ്ട ചർച്ച, തർക്കങ്ങൾ. ഇതുകൊണ്ട് എന്തുണ്ടായി? മുസ്ലിം ലോകത്ത് ഖുർആൻ പഠനം അവിടെ പൂട്ടിവെച്ചു. എന്നിട്ട് തർക്ക വിതർക്കങ്ങൾ, ഫിഖ്ഹിന്റെ തർക്കങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി. ഒന്നാമത് മുസ്ലിങ്ങളെ വിജ്ഞാന രംഗത്ത് പുറകോട്ട് വെച്ച്. രണ്ടാമത്തേത് ഇൽമിന് ഉള്ള പ്രാധാന്യം ഒഴിവാക്കിയിട്ട് അമലിന് മാത്രം പ്രാധാന്യമായി. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തോട് നിസ്കാരം. നിങ്ങൾക്ക് ഈ സൂഫി ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലേ കാണാൻ സാധിക്കും, 40 കൊല്ലമൊക്കെ ഒറ്റ ഒളുവിന്റെ മുകളിൽ നിസ്കാരം നിർവഹിച്ച ആളൊക്കെ ഉണ്ട്. ഒരൊറ്റ ഒളു മാറ്റിയെടുത്തിട്ടില്ല. 40 കൊല്ലം വരെ മൂപ്പരെന്ത് ചെയ്യാണ്? ഒരൊറ്റ ഒളുവിന്റെ മുകളിൽ നിസ്കാരം നിർവഹിച്ച ആളുകളൊക്കെ. എങ്ങനെയായിരിക്കും അത്? നമുക്ക് മനസ്സിലാവൂല്ലോ അല്ലെ? എന്ന് പറഞ്ഞാൽ ഈ അത്ഭുത കഥകള്, പിന്നെ തർഗീബിനും തർഹീബിനും വേണ്ടി എന്ന് പറഞ്ഞാൽ പരലോകത്തെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി കള്ള ഹദീസുകൾ ഉണ്ടാക്കുക. അതുപോലെ ആളുകളുടെ അമലിന്റെ പ്രാധാന്യം, പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ പ്രാധാന്യം പറയാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കള്ള ഹദീസുകളും കെട്ടിയുണ്ടാക്കിയിട്ട് വാഇളീങ്ങൾ രംഗത്ത് വന്നൊരു കാലം. ഇതാണ് സൂഫിസം ലോകത്ത് തുടക്കം കുറിച്ചത്. ആദ്യഘട്ടം സൂഫിസത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് ഹസനുൽ ബസരിയുടെ ശേഷം, അത് തെറ്റിദ്ധരിക്കരുത്, ഹസനുൽ ബസരി എന്ന് പറയുന്നത് സ്വഹാബ താബി ആണ്. അദ്ദേഹം യഥാർത്ഥ തസവുഫിന്റെ ആളാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചൊരു മഹാനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന അബൂ ജുനൈദുൽ ബഗ്ദാദിയെ പോലെയുള്ള ആളുകള്, ദുന്നൂൽ മിസ്രിയെ പോലെയുള്ള ആളുകള്, അവർ ഈ രംഗത്തേക്കാണ് സൂക്ഷിച്ചത്. ആദ്യം ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഉണ്ടാക്കിയത് ഇസ്ലാമിനെ വിജ്ഞാന രംഗത്ത് നിന്ന് തകർത്തെറിഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് സൂഫികളുടെ ബാത്തിനിയായ ഒരു ഘട്ടം എന്നാണ് അതിന് പറയാൻ. എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ആശയങ്ങൾ രംഗത്ത് വന്ന ഒന്ന്. അതിലാണ് സൂഫിസത്തിന്റെ പുതിയ പുതിയ പദപ്രയോഗങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ഷെയ്ഖ്, മുരീദ്. ഇന്ന് ഷെയ്ഖും മുരീദും ഒക്കെ എന്താന്നുള്ള ഞാൻ ലാസ്റ്റ് വിശദീകരിക്കാം. സക്കർ, കശ്ഫ്, ബഖാ, ഇതുപോലെയുള്ള എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ തെരീക്കത്തുകൾ രംഗത്ത് വരുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, ഒരു ഷെയ്ഖ് ഇല്ലാത്തവന് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് കൊണ്ടോട്ടിയിലെ തെരീക്കത്തിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ നാട്ടിലുള്ള ഏത് തെരീക്കത്തിനുള്ള അടിസ്ഥാനപരമായ ഒരു വിഷയമാണ്. ഷെയ്ഖ് ഇല്ലാത്തവന്റെ ഷെയ്ഖ് ഇബ്ലീസാണ്. അപ്പൊ ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? ഒരു ഷെയ്ഖിനെ സ്വീകരിക്കണം, ഒരു മുരീദായിട്ട്, ആരുടെയെങ്കിലും ഒരു മുരീദായിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് ഹക്കീക്കത്തിന്റെ അവസ്ഥയിലേക്ക് എത്തണം. എന്താണ് ഈ ഹക്കീക്കത്ത് എന്നൊക്കെ ഉള്ളത്? കുറച്ച് രസകരമായ വിഷയമാണ്. ബോറടിക്കണ്ടോ? ബോറടിക്കണ്ട, പറഞ്ഞ ഉടനെ ഞാൻ നിർത്തൂട്ടോ. പിന്നെ ഈ ഹക്കീക്കത്തിന്റെ ഹാലിലേക്കെത്ത് ഇങ്ങനെയുള്ള പുതിയ പുതിയ കുറെ കാര്യങ്ങൾ രംഗത്ത് വരുന്നത് ഇതിന്റെ രണ്ടാം ഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ പുറമെയുള്ള കാര്യമായ സ്വാധീനം ഇതിനുണ്ടായിട്ടില്ല സൂഫിസത്തിന്. എന്നാൽ അപകടകരമായ ഘട്ടം ഇതിന്റെ മൂന്നാമത്തെ ഘട്ടമാണ്. അത് തർജുമയുടെ കാലഘട്ടം. അൽ ഫൽസഫിയ, തബഖത്തു അസ്സാലിസ് അൽ ഫൽസഫിയ എന്നാണ് അറബി ഗ്രന്ഥങ്ങളിൽ കാണുക. ഈ ഗ്രീക്ക് യവന തത്വചിന്തകൾ കടന്നു വരികയും പ്രത്യേകിച്ച് ബുദ്ധമതത്തിലെ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ, ഈ സൂഫിസത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച, അല്ലെ സൂഫിസം ഏറ്റവും കൂടുതൽ കടമെടുത്തിട്ടുള്ള സംഗതികൾ
ഇന്ത്യയിലെ ബുദ്ധമതത്തിൽ നിന്നാണ് കൂടുതലും കടമെടുത്തിട്ടുള്ളത്. അപ്പൊ അത് എങ്ങനെയാണ് ഒരാൾ സൂഫി ആവുന്നത് എന്ന് വിശദീകരിക്കുമ്പോൾ അത് മനസ്സിലാവും. ഇതിലുള്ള വഹദത്തുൽ വുജൂദ് അഥവാ അഹം ബ്രഹ്മാസ്മി, അദ്വൈതവാദം, ഞാനും ദൈവമാണ്, ഞാൻ തിന്നുന്ന പപ്പടവും ദൈവമാണ്, എല്ലാം ദൈവമാണ് എന്ന ഒരു അവസ്ഥ എത്തുന്ന ഹുലൂലിലേക്ക് അല്ലെങ്കിൽ ഫനായിലേക്ക്, ഫന എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൽ എന്ത് ചെയ്യുക, ലയിച്ചു ചേരുക, ഇത്തരം തത്വങ്ങൾ രംഗത്ത് വരുന്ന ഇതാണ് സൂഫിസത്തിന്റെ വളർച്ചയുടെ അവസാനത്തെ ഘട്ടം എന്ന് പറയുന്നത്. മനസ്സിലാവും വിചാരിക്കുന്നു. തുടക്കം നന്മയിൽ നിന്നാണ് തുടങ്ങിയത്. എല്ലാ പ്രസ്ഥാന ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന എല്ലാ ക്യാൻസറുകളും നന്മയോടുകൂടിയാണ് തുടങ്ങിയത്. ഞാൻ നേരത്തെ പറയാൻ വിട്ടാണ്. ഈ ഷിയായിസം തുടങ്ങിയത് എങ്ങനെയാ? ചീത്ത പറഞ്ഞിട്ടാണോ? അല്ല, അള്ളാന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിക്കേണ്ടതിന്റെ ആവശ്യകത അത് പറഞ്ഞിട്ടാണ് രംഗത്ത് വന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം, അഹ്ലു ബൈത്തിന്റെ പ്രാധാന്യം ഇത് പറഞ്ഞ് രംഗത്ത് വന്നവരാണ് പിന്നെ റസൂലുള്ളാഹിന്റെ മകളുടെ ഭർത്താവായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തന്നെ കൊന്നുകളയുന്നത് എന്ന് പറഞ്ഞാൽ നന്മ പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത്. സൂഫിസവും ലോകത്ത് കടന്നു വന്നത് ഇതേ അവസ്ഥയിൽ തന്നെയാണ്. ദുനിയാവിന്റെ പളവളപ്പിൽ, ദുനിയാവിന്റെ ഈ ഇതില് മുങ്ങിക്കുളിച്ച് മനുഷ്യൻ പടച്ചവനെയും പരലോകത്തെയും മറന്നു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് പരിഹാരം ഇന്നും നമ്മുടെ നാട്ടില് അധികം ആളുകൾ ഈ സൂഫിസത്തെ കാണുന്ന എന്തറിയും, സൂഫിസം കുറച്ച് നല്ലതല്ലേ എന്ന ആളുകൾ വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥയിലാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ ഇതിലൊക്കെ മാറിയിട്ട് സുഹൃദിലേക്ക്, അള്ളാഹുവിന് ഇഹലോക വിരക്തി ഉണ്ടാക്കിയെടുക്കുക. അത് സത്യത്തിൽ സന്ദർഭോചിതമായി ചോദിക്കട്ടെ, ഇസ്ലാമിലുള്ളതാണോ ഈ സുഹൃദ് എന്ന് പറയുന്നത്? ഭൗതിക വിരക്തി ഉണ്ടോ? ഇത് ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾ പെട്ടെന്ന് എല്ലാം പറഞ്ഞ് സമ്മതിക്കട്ടെ. ഇങ്ങനെ ഇതത്ര നല്ല വിഷയമാണ് സൂഫിസം, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അംഗീകരിച്ച് പോകും. അതുകൊണ്ട് നിങ്ങളെന്തെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് നീട്ടും, അല്ലെങ്കിൽ ഞാൻ ചെയ്യും, ഞാൻ നിർത്തും. ഈ സുഹൃദ് എന്നത് ഇസ്ലാമിലുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ലേ? ഇല്ല. സുഹൃദ് എന്നൊരു പദം ഖുർആനിലോ ഹദീസിലോ കാണാൻ കഴിയില്ല. ഖുർആനിലോ ഹദീസിലോ അങ്ങനെ ഇല്ല. എന്നാൽ ദുനിയാവിനോടുള്ള അമിതമായ പ്രതിപത്തി, അമിതമായി ദുനിയാവിനെ സ്നേഹിക്കുക എന്നത് ഇസ്ലാം നിരോധിച്ചൊരു സംഗതിയാണ്. പിന്നെന്താ വേണ്ടത്? റബ്ബന ആത്തിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിൽ എനിക്ക് നീ എന്ത് ചെയ്യണം? അനുഗ്രഹം ചെയ്യണം, നന്മ ചെയ്യണം, പരലോകത്തും നന്മ ചെയ്യണം. വബ്തഗ് ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ. ദുനിയാവ് ഉപയോഗപ്പെടുത്തിയിട്ട് പരലോകത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ തിയറി. എന്നാൽ സൂഫിസത്തിന്റെ തിയറിയിലെ ഒന്നാമത്തെ രംഗം എന്ന് പറയുന്നത് ദുനിയാവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിടണം. ദുനിയാവ് അതൊരു ചത്ത ശവം പോലെയാണ്. ദുനിയാവിന് വേണ്ടി എന്ത് ചെയ്യാൻ പാടില്ല? അധ്വാനിക്കാൻ പാടില്ല. ഇതിൽ നിന്നാണ് ലോകത്തെ സൂഫിസത്തിന്റെ തുടക്കം കുറിക്കുന്നത്. ഇത്രയും പറഞ്ഞത് വല്ലതും മനസ്സിലായോ? 2 മിനിറ്റ് നിർത്താലേ? ഈ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും മനസ്സിലായോ? എന്നാലേ ഞാൻ അടുത്ത് പറയുന്നത് വല്ലതും അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഇത് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ചില പണ്ഡിതന്മാരുടെ നമ്മള് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് സാഹിദും തത്തയും ഒക്കെ വായിച്ചു പോയിട്ടുണ്ട്. അത് ഈ സുഹൃത്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല. കറക്റ്റ്. ഇപ്പോ ഇമാം ഷാബലിയുല്ലാഹി ദഹ്ലവിയെ കുറിച്ച് പഠിക്കുമ്പോൾ, അതുപോലെ തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പഠിക്കുമ്പോൾ, ഇവരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാം വഹുവ സാഹിദുൻ അനി ദുനിയ, ദുനിയാവിനെ കുറിച്ച് സുഹൃദുള്ള ആളെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതന്നെ പറഞ്ഞ ഖുർആനിലോ ഹദീസിലോ കാണാത്ത ഒരു പദപ്രയോഗമാണ് സുഹൃദ് എന്നത്. എന്നാൽ ദുനിയാവിന്റെ അമിതമായ ദുനിയാവിനോടുള്ള പ്രതിപത്തി, ദുനിയാവിന് വേണ്ടിയുള്ള അമിതമായ മോഹം, ഇതാണ് യഹ്സബു അന്ന മാലഹു അഹ്ലദ എന്ന് തുടങ്ങിയിട്ട് അതിന്റെ തുടക്കം എന്തായിരുന്നു? വൈലുല്ലി കുല്ലി ഹുമദത്തിൽ ലുമദ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഹ്ലദ. ദുനിയാവ് കൊണ്ട് പരലോകത്തെ നേടാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് അവർ എന്ന അർത്ഥത്തിൽ മാത്രമാണ് ചില പണ്ഡിതന്മാരെ കുറിച്ച് എന്ത് കാണുന്നത്?
സാഹിദുൻ അനിദ്ദുന്യ എന്ന് കാണുന്നത്. അല്ലാതെ അവർ കല്യാണം കഴിക്കാത്തവരല്ല. ഷാ വലിയുല്ലാഹി ദഹ്ലവി എന്ത് ചെയ്തിട്ടുണ്ട്? കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഇവരൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ദുനിയാവുമായിട്ട് എല്ലാ തരത്തിലും കച്ചവടക്കാരാണ്. പിന്നെ ഇമാം അബൂ ഹനീഫ അത്ര കച്ചവടക്കാരനായിരുന്നു. അതുപോലെ തന്നെ ഓരോരുത്തരും കച്ചവട രംഗത്തും ദുനിയാവിൽ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ കുറിച്ച് സുഹൃദ് സാഹിദീങ്ങൾ എന്ന് പറയുന്നതിന്റെ ആശയം എന്തേ ഉള്ളൂ? അവര് ദുനിയാവിന് വേണ്ടി മാത്രം കിടന്ന് മരിക്കുന്ന ടീമായിരുന്നില്ല. അത്രേ ഉള്ളൂ. പിന്നെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഷാ വലിയുല്ലാഹി ദഹ്ലവിയോ അല്ല ഇമാം ഷാഫിയോ അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന ഏതെങ്കിലും പണ്ഡിതന്മാർ അവര് സൂഫികളായിരുന്നു എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇനി വേറൊന്നുണ്ട്, ചില പണ്ഡിതന്മാരൊക്കെ സർഹിന്ദ് പോലെയുള്ള പണ്ഡിതന്മാര് അവര് സൂഫി തരീക്കത്തുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏതർത്ഥത്തിലാണെന്നറിയോ? അവര് പിന്നെ മതപരമായ ഒരു തർബിയത്തിന്റെ മാർഗം എന്ന രൂപത്തിൽ മാത്രം അതിനെ സ്വീകരിക്കുകയും മറ്റുള്ളതിനെ മുഴുവൻ ഒഴിവാക്കുകയും ചെയ്തവരാണ്. അത് സർഹിന്ദ് ആണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള കുറെ പണ്ഡിതർ, അബുൽ ഹസൻ അലി നദ്വി സാഹിബ് അടക്കമുള്ള പണ്ഡിതന്മാര്, അവരെ കുറിച്ച് നിങ്ങൾ വായിക്കുന്നിടത്ത് കാണാം അവർ നക്ഷബന്ദി തരീക്കത്തിലായിരുന്നു, അല്ലെങ്കിൽ അവർ ഖാദിരിയ തരീക്കത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരൊക്കെ നമ്മൾ ഇനി വിശദീകരിക്കാൻ പോകുന്ന സൂഫി വിശ്വാസത്തിൽ ലയിച്ചു ചേർന്നവരാണ് എന്നല്ല. മറിച്ച് ഒരു തർബിയത്തിന്റെ, ഒരു തസ്കിയത്തിന്റെ മാർഗമായിട്ട് അതിനെ സ്വീകരിച്ചു. പക്ഷെ അതിന്റെ വിശ്വാസങ്ങളെ തള്ളിക്കളഞ്ഞ ആളുകളാണ്. ഇനി സൂഫികളുടെ വിശ്വാസത്തെ കുറിച്ച് നോക്കാം അല്ലെ? ഇതില് ഇനി വേറൊന്ന്, സൂഫികളുടെ അടിസ്ഥാന തത്വം എന്താ? നമ്മളുടെ അടിസ്ഥാന ആശയങ്ങൾ എങ്ങനെയാണ്? നമ്മള് മുസ്ലിങ്ങൾ സാധാരണ നമ്മുടെ നസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ഏതാണ്? ഏതാ? ഖുർആനും ഹദീസുമാണ് അല്ലെ? അള്ളാഹുവിന്റെ ഖുർആൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ഇതാണ് സാധാരണ മുസ്ലിങ്ങളുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഖുർആനിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? ഖുർആനിലെ ആയത്ത് നേർക്ക് നേരെ എന്താണോ പറഞ്ഞത്, അഖിമിസ്സലാത്ത യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ? നേർക്ക് നേരെ നമുക്ക് മനസ്സിലാവുന്ന ആശയങ്ങളാണ് അല്ലേ? കുത്തിബ അലൈക്കുമുസ്സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, ഇതൊക്കെ നിങ്ങൾക്ക് അർത്ഥമറിയാവുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സംഗതികളല്ലേ? എന്നാൽ സൂഫിസത്തിന്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഖുർആൻ അല്ല, അല്ലെ നമ്മൾ മനസ്സിലാക്കുന്ന ഹദീസും അല്ല. മറിച്ച് അവരുടെ ആശയപ്രകാരം ഖുർആനിനും ഹദീസിനും രണ്ട് തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഒന്ന് ലാഹിറായ അർത്ഥമാണ്, മറ്റൊന്ന് ബാത്തിനായ അർത്ഥമാണ്. ഖുർആനിന് ലാഹിറായ ഒരു അർത്ഥമുണ്ട്, പിന്നെ ബാത്തിനായ ഒരു അർത്ഥമുണ്ട്. എന്തായാലും ലാഹിറും ബാത്തിനും എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ട് കാണുന്ന അർത്ഥം. ബാത്തിനായ അർത്ഥം എന്ന് പറഞ്ഞത് ഉള്ളിൽ കിടക്കുന്ന ഈ അർത്ഥം ആർക്കേ ബാത്തിനായ അർത്ഥം ആർക്കേ മനസ്സിലാവുള്ളൂ? ഔലിയാക്കന്മാർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പ്രവാചകന്മാർക്ക് ഇൽമ കിട്ടുന്നത് എവിടെന്നാ? വഹിയിൽ നിന്നാണ് അല്ലെ? എന്നാൽ പ്രവാചകന്മാർക്ക് കിട്ടുന്നതിനേക്കാൾ ഇൽമ ഔലിയാക്കൾക്ക് കിട്ടും. എവിടുന്ന്? ഇൽഹാമിലൂടെ. അള്ളാഹു ഇൽഹാമിലൂടെ എന്ത് ചെയ്യുന്നു? ഔലിയാക്കന്മാർക്ക് വിജ്ഞാനം കൊടുക്കുന്നു. അത് പ്രവാചകന്മാർക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത അത്രയും ഇൽമുകൾ ആർക്കുണ്ട്? ഔലിയാക്കൾക്കുണ്ട്. ഇതാണ് ബാത്തിനായ അർത്ഥം, ആശയം എന്ന് പറയുന്നത്. ഈ ബാത്തിനായ ആശയങ്ങളാണ് സൂഫിസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അവരുടെ ആശയം നമ്മൾ ലാഹിറായിട്ട് കാണുന്ന, നമ്മൾ പ്രത്യക്ഷത്തിൽ ഖുർആനിലും ഹദീസിലും കാണുന്ന കാര്യങ്ങളല്ല അവർ സ്വീകരിക്കുക. മറിച്ച് ബാത്തിനായ ആശയങ്ങൾ എന്ത് ചെയ്യുന്നു? ഔലിയാക്കന്മാർക്ക് അള്ളാഹു ഇൽഹാമായിട്ട് കൊടുക്കുന്നു. ആ ഇൽഹാമായിട്ട് കൊടുക്കുന്ന ഇൽമിനെയാണ് അവർ സ്വീകരിക്കുക. അപ്പോ നമ്മളും സൂഫികളും തമ്മിൽ, സാധാരണ മുസ്ലിങ്ങളും സൂഫികളും തമ്മിൽ എന്തിൽ തന്നെ വ്യത്യാസമുണ്ട്? ടെക്സ്റ്റിൽ തന്നെ വ്യത്യാസമുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ
വമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, അല്ലേ? ഇത് എന്താ ഇതിന്റെ അർത്ഥം? വഷളാക്കരുത് കേട്ടോ. ഇതിന്റെ അർത്ഥം അറിഞ്ഞാ പിന്നെ എന്താ ഇതിന്റെ അർത്ഥം? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. വമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ, ആരെങ്കിലും ആ മാസത്തിന് സാക്ഷിയായാൽ ഫല്യസും, അവൻ നോമ്പ് നോൽക്കട്ടെ, അല്ലേ? എന്നാൽ നക്ഷബന്ദി ത്വരീഖത്തിലെ ചില അബ്ദുൽ കരീം ജീലിയെ പോലെയുള്ള ആളുകളുടെ ഒരു വ്യാഖ്യാനം അതിങ്ങനെയാണ്. ഷഹറ എന്തായി? പ്രശസ്തമായി, വ്യാപകമായി. റമളാൻ കുഴപ്പം. ഷഹ്റു റമളാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുഴപ്പങ്ങൾ വ്യാപകമായി. ഉൻസില ഫീഹിൽ ഖുർആൻ, ലോകത്ത് കുഴപ്പം വ്യാപകമായപ്പോ അള്ളാഹു എന്ത് ചെയ്തു? വേദഗ്രന്ഥത്തെ ഇറക്കി. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ, ആരെങ്കിലും ആ കുഴപ്പത്തിന് സാക്ഷിയായാൽ, ആ കുഴപ്പത്തിന് ആരെങ്കിലും സാക്ഷിയായാൽ ഫല്യസുംഹു, അവൻ ആ കുഴപ്പം നിർത്തിക്കോട്ടെ. മനസ്സിലായ? എന്തായാലും മനസ്സിലായ? നമ്മൾ നേരത്തെ എന്താ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നതുകൊണ്ട് പഠിച്ചത്? അതിന് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? എന്താണ്? ഒന്ന് ലാഹിറായ അർത്ഥമാണ്. എന്താ ലാഹിറായ അർത്ഥം? റമളാൻ മാസത്തിലാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ റമളാനിന് സാക്ഷിയായാൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ? റമളാനിൽ നോമ്പ് നോറ്റോളൂ എന്നാണ്. അങ്ങനെയല്ലേ പ്രത്യക്ഷമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? അപ്പൊ നോമ്പ് നോൽക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞ ആയത്താണ് ഇത്. എന്നാൽ ബാത്തിനായ അതിന്റെ അർത്ഥം എന്താണ്? എന്താ പറഞ്ഞേ? ലോകത്ത് കുഴപ്പം വ്യാപകമായപ്പോ പടച്ചോൻ എന്ത് ചെയ്തു? ഖുർആൻ ഇറക്കി. നിങ്ങൾ ആരെങ്കിലും കുഴപ്പം കണ്ടാൽ അത് നിർത്തിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നോമ്പ് നോൽക്കാൻ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങൾ നോമ്പ് നിർത്തണ്ടട്ടാ. ഇത് സൂഫികളുടെ വ്യാഖ്യാനമാണ്. പ്രത്യേകിച്ച് നക്ഷബന്ദി ത്വരീഖത്തിലെ സൂഫികളുടെ. നിങ്ങൾ ചില ആളുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? നോമ്പ് നോൽക്കാത്ത സൂഫികളെ കാണാനില്ലേ? ഉണ്ടോ? നോമ്പ് നോൽക്കാത്ത സൂഫികള്, നിസ്കരിക്കാത്ത സൂഫികള്, അതിനൊക്കെ വേറൊരു അവസ്ഥയും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞത്, അവർ ടെക്സ്റ്റിൽ തന്നെ, സൂഫികളും മുസ്ലിങ്ങളും തമ്മിൽ ടെക്സ്റ്റിൽ തന്നെ രണ്ടും രണ്ട് തരത്തിലാണ്. ഖുർആനിനും ഹദീസിനും സാധാരണ മുഫസ്സിറുകൾ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പറയുന്ന ആശയങ്ങൾ അല്ല സൂഫികൾക്ക് പറയാനുള്ളത്. അവർക്ക് ബാത്തിനായ ചില അർത്ഥങ്ങൾ ഇൽഹാമിലൂടെ കിട്ടുന്നതുണ്ട്. ഇതാരാ ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത്? അത് പടച്ചോൻ ഇൽഹാമിലൂടെ ഇറക്കിക്കൊടുത്തതാണ്. ഇങ്ങനെ കുറേ ആയത്തുകളെ നമുക്ക് ഇവരുടെ കാൻകാഹുകളിൽ പോയിരുന്നാല് കിട്ടും. ഖുർആന്റെ ആയത്തുകളുടെ കുറെ അർത്ഥങ്ങൾ, ബാത്തിനായ അർത്ഥങ്ങൾ. ഇത് എവിടെന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ അതിന് ചോദ്യമില്ല. അതെവിടെയാണ്? അത് ഇൽഹാമിലൂടെ കിട്ടുന്നതാണ്. അള്ളാഹു ഇൽഹാമ് കൊടുക്കുകയാണ് ഔലിയാക്കന്മാർക്ക്. ശരി, ഇനി അള്ളാഹുവിനെ കുറിച്ച് ഇവരുടെ വിശ്വാസം എന്താ? നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എന്താ? നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം എന്താ? അതും അറിയില്ലേ? ഖുർആൻ എന്താ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശഭൂമിയിലുള്ളതൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. മുദബ്ബിറുൽ അംർ, ലോകത്തെ കാര്യങ്ങൾ പൂർണ്ണമായും നിയന്ത്രിക്കുന്നവൻ പടച്ചവനാണ്, അല്ലാഹുവാണ്. അല്ലെ? ഇതാണ് സാധാരണ മുസ്ലിമിന്റെ അല്ലാഹുവിലുള്ള വിശ്വാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. ഈ വിശ്വാസമാണ്. എന്തുകൊണ്ട് അർഹനില്ല എന്ന് പറയുന്നത്? ലോകത്തെ സൃഷ്ടിച്ചവൻ, പരിപാലിക്കുന്നവൻ, സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തി ആരാണ്? അല്ലാഹുവാകുന്നു. അല്ലെ? എന്നാൽ ഇത് വ്യത്യസ്തമായ ശക്തികളാണ് എന്ന് വിശ്വസിക്കുന്ന ആര്യമതങ്ങൾ ഇവിടെ ഉണ്ട്. അല്ലെ? സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് വിവിധ മൂർത്തികളാണ് എന്ന് വിശ്വസിക്കുന്ന മതമുണ്ട്. ഏതാ മതം? ഏത് മതത്തിലാണ് അങ്ങനെ വിശ്വാസമുള്ളത്? ഹിന്ദുമത വിശ്വാസത്തിന്റെ, ബ്രാഹ്മണ മത വിശ്വാസത്തിന്റെ അടിസ്ഥാനം
സൃഷ്ടി സ്ഥിതി സംഹാര മൂർത്തികൾ 3 ഇനി സൗരാഷ്ട്ര മതത്തിലെ വിശ്വാസം സൃഷ്ടി സ്ഥിതി പ്രകാശമാണ്, സംഹാരം ഇരുട്ടാണ്. ഇതാണ് സൗരാഷ്ട്ര മതത്തിന്റെ ആശയം എന്ന് പറയുന്നത്. ബുദ്ധമതത്തിന്റെ ആശയവും നേരത്തെ പറഞ്ഞ ബ്രാഹ്മണ മതത്തിന്റെ അതേ ആശയം തന്നെയാണ്. എന്താണ്? സൃഷ്ടിയും സ്ഥിതിയും 3 ശക്തികളുടേതാണ്. ഓക്കെ. ഇനി അള്ളാഹുവിലുള്ള ഇവരുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പിഴച്ച രൂപം, അത് നിങ്ങൾക്ക് എങ്ങനെയാ ഒരാൾക്ക് സൂഫി ആവാൻ പറ്റുക? ഒരു മുസ്ലിം ആയ ഒരു മനുഷ്യന്, സാധാരണ മുസ്ലിമിന് എങ്ങനെയാണ് സൂഫി ആകാൻ പറ്റുക? ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാ സൂഫി ആകാൻ പറ്റുക? ആ ചോദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്നോട്ടെ. ലാസ്റ്റ് ഇതിന്റെ ഉത്തരം പറഞ്ഞാൽ മതി. ഈ ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയാണ് നിങ്ങൾ സൂഫി ആവുക? ഇനി ലോകത്ത് പടച്ച തമ്പുരാന് ലോകം നിയന്ത്രിക്കുന്നതിന് ചില സുന്നത്തുകൾ അല്ലെങ്കിൽ ചില രൂപങ്ങളുണ്ട്, അതിന് ചില സഹായികളുണ്ട്. അതില് ഒന്നാമത്തെ സഹായിയുടെ പേരാണ് കുത്തുബുൽ ആളം അല്ലെ ഗൗസുൽ ആളം, കുത്തുബുൽ അഖ്താബ്, ഇങ്ങനെയൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരാളുണ്ട്. അത് ലോകത്ത് ഒരാളെ ഉണ്ടാവുള്ളൂ. കുത്തുബുൽ ആളം എന്ന് പറയുന്നത്, ഗൗസുൽ ആളം എന്ന് പറയുന്നത് ലോകത്ത് ഒരാളെ ഉണ്ടാവുള്ളൂ. ഒരു സമയത്ത് കുത്തുബുൽ ആളം ആരുണ്ടാവുള്ളൂ? ഒരാളെ ഉണ്ടാവുള്ളൂ. യാ ഗൗസുൽ ആളം എന്നല്ലാ വിളിച്ചോവർ കേട്ടിട്ടുണ്ടോ? മുഹീദ്ദീൻ മലയിലുള്ളതാണ്. ഗൗസുൽ ആളമാണ് ആര്? മുഹീദ്ദീൻ ഷേഖ് അല്ലെ? നമ്മളിപ്പോ ചില ഈ മായാവി കഥകൾ പറയുന്ന പ്രസംഗങ്ങൾ കേൾക്കാറില്ലേ? നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് CM മടവൂരാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾക്ക് എന്താ പ്രസംഗം കേട്ടാ തോന്നാറ്? ഇയാൾക്ക് വട്ടായി എന്നല്ലേ? എന്നാ വട്ടൊന്നല്ല, അതൊരു തത്വശാസ്ത്രമാണ്. എന്താണ്? ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഒരാളുണ്ട്. അള്ളാഹുവിനെ സഹായിക്കുന്ന, എല്ലാം അറിയുന്ന, അള്ളാഹുവിന്റെ വിജ്ഞാനങ്ങൾ മുഴുവനും അറിയുന്ന, എവിടെ അടക്കം? അർശിന്റെ മുകളിൽ എഴുതി വെച്ചതടക്കം കാണുന്ന, രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ അറിയുന്ന ഒരു കുത്തുബുൽ അഖ്താബ്, ഗൗസുൽ ആളം എന്ന് പറയുന്ന ഒരാള് ലോകത്തുണ്ട്. ഔലിയാക്കന്മാരുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ, സൂഫികളുടെ, ഒരു സൂഫിക്ക് ആകാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ടോപ്പ് സ്ഥാനമാണ് ഏത്? കുത്തുബുൽ ആളം അല്ലെങ്കിൽ ഗൗസുൽ ആളം എന്ന് പറയുന്നത്. ഒരാള് ഗൗസുൽ ആളമായി കഴിഞ്ഞാൽ പിന്നെ അയാൾ ആരിനെയാണ്? ശരിക്ക് ആരാണ്? പടച്ചോൻ തന്നെയാണ്, വേറെ പുറത്തൊന്നുമല്ല. ഇദ്ദേഹം തന്നെയാണ് പിന്നെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും, കാര്യങ്ങളൊക്കെ പിന്നെ വിമാനം അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പിടിച്ചാക്കുന്നതും, മഴ പെയ്യിക്കുന്നതും എല്ലാം ആരിനെയാണ്? ഈ ഗൗസുൽ ആളമാണ്. ഇനി ഗൗസുൽ ആളം കഴിഞ്ഞാൽ ഔത്താദുകളുണ്ട് ഔലിയാക്കന്മാരുടെ കൂട്ടത്തില്. ഈ അള്ളാന്റെ ഒരു ലോകം ഇങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ ചില പണിയൊന്നുമല്ലല്ലോ അല്ലെ? അപ്പൊ അതിന് കുറച്ച് സഹായികളുണ്ട്. അതില് ലോകത്ത് മൊത്തം എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന ഹോൾസെയിൽ ആയിട്ടുള്ള ഒരാള്, അയാളുടെ കീഴിൽ 4 ആളുകളുണ്ട്. ഔത്താദുകൾ എന്നാണ് അവർക്ക് പറയാം. ഈ ഔത്താദുകള് തെക്ക് ഒരു ഔത്താദ്, വടക്കൊരു ഔത്താദ്, കിഴക്ക് പടിഞ്ഞാറ്, ഇങ്ങനെ 4 ഭാഗത്ത്. ഔത്താദ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ അറിയാം. ആണികള്, തൂണുകൾ അല്ലെ? 4 തൂണുകൾ 4 ഭാഗത്ത് ഉണ്ടാകും. അതാണ് റിഫായി ഷേഖും ഷാദുലിയും അതുപോലെ തന്നെയുള്ള ഷേഖുമാരൊക്കെ ഉണ്ടല്ലോ. ഇവരൊക്കെ എവിടെ എത്തിയിട്ടില്ല? ഗൗസുൽ ആളമായിട്ടില്ല. ആരൊക്കെ? റിഫായി ഷേഖും അതുപോലെ തന്നെ ഷാദുലിയും ഇതുപോലെയുള്ള ഷേഖുമാരൊന്നും ഗൗസുൽ ആളമായിട്ടില്ല. ഇവരൊക്കെ ആരാ? ഔത്താദുകളാണ്. ലോകത്തിന്റെ 4 ഭാഗത്ത് ഉള്ള അള്ളാന്റെ സഹായികളായ 4 ആളുകൾ. ഇനി അത് കഴിഞ്ഞാൽ 7 ആളുകളുണ്ട്, അഖ്താബുകൾ എന്നാണ് അവർ പറയാ. ഈ 7 ആളുകളാണ് 7 ഭൂഖണ്ഡങ്ങളെ നിയന്ത്രിക്കുന്നത്. ആരാണ്? അഖ്താബുകൾ. അത് കഴിഞ്ഞാൽ അബ്ദാലുകളുണ്ട്. ഈ അബ്ദാൽ ആരാന്നറിയോ? ഇത് രസകരമായ സംഭവമാണ്. പിന്നെ നിങ്ങൾ ഹിന്ദു വേദ ദർശനങ്ങളെ കുറിച്ച് പഠിച്ച, അല്ലെങ്കിൽ പിന്നെ
ബുദ്ധമതത്തെ കുറിച്ച് പഠിച്ചാൽ ഇതിന്റെ രസകരമായ കഥകൾ കേൾക്കാം. ഏത് വാനലോകത്ത് ദേവലോകത്തുള്ള പല കഥകളും ഇല്ലേ? അതിലാണ് നമ്മളെ വാമനൻ വന്നിട്ട് ആരെ ചവിട്ടിത്താഴ്ത്തിയത്? മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയില്ലേ? ഈ കഥ ഇസ്ലാമിന്റെ കഥയാണ്. ഈ കഥ നേരെ ഇസ്ലാമിന്റെ കോപ്പിയാണ്. ഏത് ദേവന്മാർ എന്ന് ഹിന്ദു ദർശനത്തിൽ പറയുമ്പോൾ മുസ്ലിം ദർശനത്തിൽ എന്ത് പറയുന്നു? ഔലിയാക്കന്മാർ, സൂഫികൾ എന്ന് പറയുന്നു. അപ്പൊ 40 അബ്ദാലുകളുണ്ട്. ഈ അബ്ദാലുകളുടെ ഡ്യൂട്ടി എന്താണെന്നറിയോ? ഔത്താദുകൾ അല്ല, ഈ അക്താബുകൾ, 7 അക്താബ് ഉണ്ടല്ലോ. ഈ 7 അക്താബുകളിൽ ഒന്ന് മരിച്ചാൽ ഈ അബ്ദാലിൽ നിന്നാണ് ആരാവുക? അക്താബാകുക. എല്ലാം തിരിയുന്നുണ്ടാ? നിങ്ങളൊക്കെ ഹോസ്റ്റലിൽ നിന്നാണോ ഭക്ഷണം കഴിക്കല്? അപ്പൊ നല്ല ഫുഡും ആയിരിക്കും അല്ലേ? അത് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളുന്ന സാധനമല്ല ഈ ഔത്താദുകൾ ആരാ? എത്ര ഉണ്ടാവും ഔത്താദുകൾ? എത്ര? 4 ആളുകൾ. ഔത്താദ് കഴിഞ്ഞാൽ പിന്നെ ആരാ? അക്താബുകളാണ്. അക്താബ് എത്ര ഉണ്ട്? 7 7 ഭൂഖണ്ഡത്തിൽ 7 അക്താബുകൾ. അത് കഴിഞ്ഞാൽ 40 അബ്ദാലുകളുണ്ട്. ഈ അബ്ദാലുകളുടെ ഡ്യൂട്ടി അക്താബുകളിൽ ഒന്ന് പോയാൽ അതിന്റെ പകരം ആരിൽ നിന്നാണ് സെലക്ട് ചെയ്യുക? നമ്മൾ സാധാരണ സെക്രട്ടേറിയറ്റ്, എക്സിക്യൂട്ടീവ്, കൗൺസിൽ എന്നൊക്കെ പറയില്ലേ? അപ്പോൾ എക്സിക്യൂട്ടീവിൽ ഒരു ഒഴിവ് വന്നാൽ പിന്നെ ഏതിൽ നിന്നാണ് എടുക്കുക? കൗൺസിലിന് എടുക്കും. ഇതുപോലെ കൗൺസിലാണ്. ഏത് കൗൺസില്? ഈ ദേവലോകത്തെ അല്ലെങ്കിൽ ഔലിയാ ലോകത്തെ കൗൺസിലിനെയാണ് എന്ത് പറയുന്നത്? കൗൺസിൽ അല്ല, എക്സിക്യൂട്ടീവാണ്. കാരണം എത്ര ആളെ ഉണ്ടാവുള്ളൂ? 40 ആളെ. അതിന്റെ താഴെ നുജബാകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. നുജബാ അത് 300 എണ്ണം ഉണ്ടാവും. അപ്പോ ഏതൊക്കെയായി? ആദ്യം ഗൗസുൽ ആളം, കുത്തുബുൽ അക്താബ്. ഒന്നാമത്തെ ആരാണ്? ഇത് ക്ലാസ് കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടാവോ? ആരൊക്കെയാ? ലോകത്തെ നിയന്ത്രിക്കുന്ന പടച്ചവന്റെ സഹായികളായിട്ടുള്ള ആരൊക്കെയാണ്? 1 ഗൗസുൽ ആളം. 2 രണ്ടാമത്തെ ആരാ? ഔത്താദുകള്. അതെത്രയാണ്? 4 ആള്. പിന്നെ അക്താബുകള്. അക്താബ് എത്രയാ? 7 എണ്ണം. പിന്നെ അബ്ദാലുകള്. അബ്ദാൽ എത്രയാ? 40. നുജബാ 300 എണ്ണം. ഇതാണ് സൂഫി കൗൺസിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത്. പടച്ചവൻ ഏറ്റവും ടോപ്പില്. ഇനി ഒരാൾക്ക് ഇതിന്റെ താഴെയുള്ള ആളുകൾ, മെമ്പർഷിപ്പ് ഉള്ള ആളുകളുണ്ട്. അവരാണ് ആര്? ഔലിയാക്കൾ. ഔലിയാക്കൾ, നുജബാക്കൾ മുതൽ നേരെ ടോപ്പിലെത്തുന്ന ആരാ? ഗൗസുൽ ആളം. എങ്ങനെയുണ്ട് പടച്ചവനുള്ള വിശ്വാസം? ഇതാണ് ഫൽ മുദബ്ബിറാത്തു അംറൻ എന്ന് പറയുന്ന ശുദ്ധ ഖുർആനിൽ ആയത്തില്ലേ? ഇവരെ കുറിച്ചാണ് ഈ പറഞ്ഞതെന്നാണ് അബ്ദുൽ കരീം ജീരിയെ പോലെ, അതുപോലെ അബു താലിബുൽ മക്കിയെ പോലെയുള്ള, പിന്നെ റാബിയത്തുൽ അദ്വിയെ പോലെയുള്ള സൂഫി പണ്ഡിതന്മാരുടെ വ്യാഖ്യാനമാണിത്. പടച്ചവനെ കുറിച്ചുള്ള വ്യാഖ്യാനം. എങ്ങനെയുണ്ട് ഇവരുടെ ദൈവവിശ്വാസം? ഇനി ഒരാളെങ്ങനെയാ ഔലിയ ആവുക? ഒരാൾക്കിപ്പോ സൂഫി ആയി കിട്ടണോ? എങ്ങനെയാവുക? സൂഫി ആകണമെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ നാളെ പോയിട്ട് ഞാനും സൂഫിയാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല? സൂഫി ആകാനൊന്നും പറ്റില്ല. ആ തരീക്കത്തിന്റെ ഒരു കാലത്തെ ഷെയ്ഖ് ആരാന്നറിയോ? അറുമുഖൻ എന്ന് പറയുന്ന ഒരു തമിഴനായിരുന്നു. കൊടുവള്ളിയിലെ തരീക്കത്തിന്റെ മുറബിയായ ഷെയ്ഖ്. അപ്പൊ ആരായ മതി? നേരത്തെ ഉള്ള ഷെയ്ഖുമാരിൽ നിന്ന് അതിന്റെ കിർക്ക സ്വീകരിച്ച, കിർക്ക എന്ന് പറഞ്ഞ ഒരു വസ്ത്രമാണ്. സൂഫി എന്ന് പറഞ്ഞ ആരാ? സൂഫി ആരാ? സൂഫിന്റെ അർത്ഥം എന്താ? സൂഫ് കരിമ്പടം ധരിക്കുന്ന ആളുകളാണ്. അത് ഇബ്രാഹിമിനെ അദ്ദേഹത്തിന്റെ കഥയുമായി ബന്ധപ്പെട്ടത് ലാസ്റ്റ് പറഞ്ഞുതരാം സമയം ഉണ്ടെങ്കിൽ. അപ്പോ ദൈവവിശ്വാസത്തിന്റെ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ രൂപമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇതും ഖുർആനും തമ്മിൽ എങ്ങനെയാ നിൽക്കുന്നത്? ഖുർആന്റെ പ്രഖ്യാപനം എന്താ? ഖുർആന്റെ പ്രഖ്യാപനം എന്താ? അല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്. എന്താണ് ഈ സ്വമദ് എന്ന് പറഞ്ഞ അർത്ഥം? ഒരു ആശ്രയം, എല്ലാവരുടെയും
ആശ്രയമാണ്. പിന്നെ എന്നാൽ വേറെ ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ് ആര്? അള്ളാഹു. എന്നാൽ സൂഫി വിശ്വാസം അനുസരിച്ച് എങ്ങനെയാണ്? ലോകത്തെ നിയന്ത്രിക്കാൻ ഞാൻ ഈ പറഞ്ഞ ഇതിനെയൊക്കെ കൊണ്ടാണ് ലോകത്തെ അള്ളാഹു എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത്. ഇതും ഇസ്ലാമുമായിട്ട് ഒക്കുമോ ഇല്ലയോ? ആലോചിക്കൂ, ഒക്കുമോ? ഇനി ഒരാൾക്ക് സൂഫി ആവണം, എങ്ങനെയാവുക? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ്, ഒരു മുറബിയായ ഷെയ്ഖിനെ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. ഒരു ഷെയ്ഖ്, ആ ഷെയ്ഖിൻ്റെ അടുക്കൽ ഞാൻ എന്ത് ചെയ്യണം? ബൈഅത്ത് ചെയ്ത് ആ ഷെയ്ഖിൻ്റെ അടുക്കൽ തന്നെ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ, അദ്ദേഹത്തിൻ്റെ തർബിയത്തിലൂടെ വളർന്നു വന്നാലാണ് ഒരാൾ എന്ത് ചെയ്യുക? ഔലിയ ആവുക. ചില്ലറ സംഗതിയൊന്നും പോരാ. ആദ്യം ഇതിൻ്റെ ഒരു അവസ്ഥയുണ്ട്, ഹുൽവത്ത് എന്നാണ് പറയാ. ഹുൽവത്ത് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരാള് ഷെയ്ഖിന്റെ അടുക്കൽ പോയിട്ട് ബൈഅത്ത് ചെയ്യുന്നു. എന്നിട്ട് എന്താവണമെന്നറിയോ? ഷെയ്ഖിനെ 100% ഇയാൾ അംഗീകരിക്കണം. ഷെയ്ഖ് എന്താണോ പറയുന്നത് അത് മുഴുവൻ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കണം. അതായത് അൽ മുരീദു അമാമ ശൈഖി കൽ മയ്യിത്തിന, മയ്യത്തിനെ പോലെയാണ്, ശവം പോലെയാണ്. ശവം എൻ്റെ കൈ അനക്കല്ല എന്ന് പറയോ? നിങ്ങൾ ശവത്തിന്റെ കൈ എടുത്തിട്ട് മയ്യത്ത് കുളിപ്പും കൈ അങ്ങോട്ട് എടുത്തിട്ടാൽ അങ്ങോട്ട് എടുത്തിട്ടല്ലോ എന്ന് ശവം പറയോ? ഇല്ല, അനങ്ങാൻ പാടില്ല. എന്ന് മാത്രമല്ല, ഷെയ്ഖിനെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു തരത്തിലും ചോദ്യം ചെയ്യാൻ പാടില്ല. ചിലപ്പോ ഷെയ്ഖ് എന്ത് ചെയ്യും? കള്ളു കുടിക്കും. ചിലപ്പോൾ ഷെയ്ഖ് വ്യഭിചരിക്കും. ചിലപ്പോൾ ഷെയ്ഖ് വ്യഭിചരിച്ചിട്ട് കുളിക്കാതെ തന്നെ നിസ്കരിക്കുകയും ചെയ്യും, എന്നിട്ട് പോയിട്ട് കള്ളും കുടിക്കും. ആര്? ഷെയ്ഖ്. ആ ഷെയ്ഖ് ഇതൊന്നും ചെയ്യുന്ന കണ്ട മുരീദ് എന്ത് ചെയ്യാൻ പാടില്ല? മിണ്ടാൻ പാടില്ല. എന്നിട്ട് ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുന്ന കുറെ റിയാളകളുണ്ട്. അപ്പൊ ഈ റിയാള രസകരമാണ്. ഓരോ തെരീക്കത്തിലെയും, ഈ ഖാദിരിയ തെരീക്കത്തിലെയും അതുപോലെ തന്നെ സുഹ്റവർദി തെരീക്കത്തിലെയും നക്ഷബന്ദി തെരീക്കത്തിലെയും ജിസ്തിയ തെരീക്കത്തിലെയും ഒക്കെ കുറെ പിന്നെ എന്തുണ്ട്, റിയാളകൾ. ചില ഉദാഹരണം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം. പറഞ്ഞാൽ പിന്നെ ഒരാൾ എന്ത് ചെയ്യണം? ചില ദിക്റുകൾ പഠിപ്പിച്ചു കൊടുക്കും. ആ ദിക്റുകളുടെ അർത്ഥം എന്ത് ചെയ്യില്ല? ഇയാൾക്ക് മനസ്സിലാവില്ല. ആർക്ക്? മുരീദിന് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇപ്പൊ അതിന്റെ ഉദാഹരണമാണ് ഹൂ അല്ലാ, ഹൂ ഹൂ അല്ലാ. ഇത് എത്ര പ്രാവശ്യം പറയണം? 500 പ്രാവശ്യം. എന്താ പറയേണ്ടത്? ഹൂ അല്ലാ, ഹൂ ഹൂ അല്ലാ. അതങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോ എല്ലാ ഉസ്താദേ ഇതെന്തായി പറയണത്? ചോദിക്കാൻ പാടില്ല. എന്താണോ പറയുന്നത് അത് അതുപോലെ സ്വീകരിച്ചു കൊള്ളുക. ഇപ്പൊ ഈ ഹുൽവത്ത് പറഞ്ഞല്ലോ നമ്മള്. ഏതാണ് ഹുൽവത്ത് എന്ന് പറഞ്ഞാൽ? ഒരു മുരീദ് തെരീക്കത്ത് സ്വീകരിക്കുന്ന ആദ്യഘട്ടം. അത് ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇത് നക്ഷബന്ദി തെരീക്കത്തിലെ ഒരു ഹുൽവത്താണ്. 3 ദിവസം ആണ് ഏറ്റവും ചുരുങ്ങിയത്. 3 ദിവസം എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഹുൽവത്തിലുള്ള ആള്, ഇത് വേറൊന്നായിട്ട് ബന്ധിപ്പിക്കണ്ട കേട്ടോ, അത് സമയം കിട്ടുമെന്ന് അറിയില്ല. ഇതിനെ നേരെ ഇതിന്റെ ബ്രാഹ്മണ മതത്തിലും അതുപോലെ തന്നെ പിന്നെ ബുദ്ധമതത്തിലുള്ള ഇതിന്റെ രൂപം കൂടി പറയുമ്പോഴാണ് ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടുക. നക്ഷബന്ദി തെരീക്കത്തിൽ ഒരാൾ തെരീക്കത്തിൽ സൂഫിയാകണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസം. 3 ദിവസം മുതൽ 40 ദിവസം വരെ മൂപ്പരൊറ്റക്കിരുന്നിട്ട് എന്ത് ചെയ്യണം? തസ്ബീഹ് ചെല്ലണം. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞു കൊടുക്കുന്ന തസ്ബീഹുകൾ. അതാണ് ഞാൻ ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള യാതൊരു അർത്ഥവും അറിയാത്ത തസ്ബീഹുകൾ 3 ദിവസം മുതൽ 40 ദിവസം വരെ ഇയാൾ ഒറ്റക്കിരുന്നിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് ഖാദിരിയ തരീക്കത്തിലാണെങ്കിൽ അത് 3 മാസം മുതൽ 6 മാസം വരെ ഇയാൾ എന്ത് ചെയ്യണം? ഒറ്റക്ക് ഇരിക്കണം. ഇതിനിടയിൽ എന്ത് ചെയ്യണം? കുടുംബം ഉപേക്ഷിക്കണം. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഭാര്യയായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ കുടുംബമായിട്ട് ബന്ധപ്പെടാൻ ഒന്നും പാടില്ല. ഈ ഹുൽവത്തിന്റെ അവസ്ഥയിൽ ആള് ഇതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട്
ഈ റിയാലയിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. ആ ഘട്ടം കഴിഞ്ഞാൽ രണ്ടാമത് എത്തുന്ന ഘടകമാണ് കശ്ഫിന്റെ അവസ്ഥ. നമ്മൾ ചില ആരിഫീങ്ങളെ കുറിച്ചൊക്കെ ചില ഔലിയാക്കന്മാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്. എന്ത്? അദ്ദേഹം കശ്ഫിന്റെ ഹാലിലെത്തിയ മനുഷ്യനാണ്. ഈ കശ്ഫിന്റെ അവസ്ഥ എന്താണെന്നറിയോ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഷെയ്ഖ് വ്യഭിചരിക്കുന്ന കാണും, അതുപോലെ തന്നെ ഷെയ്ഖ് എന്ത് ചെയ്യും, കള്ളു കുടിക്കുന്ന കാണും എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഷെയ്ഖ് കുടിക്കുന്ന കള്ളായിരിക്കില്ല, ഷെയ്ഖ് കുടിക്കുന്ന തേനായിരിക്കും. നമുക്ക് കണ്ട കള്ളാണെന്ന് തോന്നും. ഈ മുരീദിന് കണ്ടാൽ എന്ത് ചെയ്യും? കള്ളാണെന്ന് തോന്നും. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഷെയ്ഖ് കുടിക്കുന്ന എന്താണ്? സ്വർഗത്തിലെ തേനാണ്. അതുപോലെ ഈ ഷെയ്ഖ് വ്യഭിചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. സത്യത്തിൽ ഷെയ്ഖ് ഹൂർലീങ്ങളുമായിട്ട് ബന്ധപ്പെടുകയാണ്. മൂപ്പര് സ്വർഗത്തിലെത്തിയിട്ട് ഹൂർലീങ്ങളുമായിട്ട് ബന്ധപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ, ഇത് മനസ്സിലാവണം എന്ത് ചെയ്യണം എന്നറിയോ? ആള് കശ്ഫിന്റെ അവസ്ഥയിൽ എത്തണം എന്ന് പറഞ്ഞാൽ കുറച്ച് വട്ട് നന്നായിട്ട് വട്ടാവണം എന്നർത്ഥം. അപ്പൊ എന്ത് ചെയ്യും? ഇതൊക്കെ ബോധ്യപ്പെടും. കശ്ഫിന്റെ അവസ്ഥയിൽ എത്തിയാൽ അവിടുന്ന് കശ്ഫിന്റെ അവസ്ഥയിൽ നിന്ന് മാറിയിട്ടാണ് ഫനായിലേക്ക് എത്തുക. ഈ കശ്ഫിന്റെ അവസ്ഥയിൽ എത്തിയ പിന്നെ വേറെ എന്താ അറിയോ? പിന്നെ ഇബാദത്തുകളില്ല. നമ്മളെ നാട്ടിൽ ചില പല ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞൊക്കെ അയാൾ നിസ്കരിക്കലില്ല, നോമ്പ് വെക്കലില്ല എന്നൊക്കെ. അവരൊക്കെ ഈ കശ്ഫിന്റെ ഹാലിലെത്തിയവരാ. കശ്ഫിന്റെ ഹാലിലെത്തിയാൽ എന്താന്ന് പറഞ്ഞാൽ, തടി ഇവിടെ കാണും, ആള് ഇവിടെ ഉണ്ടാവും, പക്ഷേ ആൾ യഥാർത്ഥത്തിൽ എവിടെ ഉണ്ടാവും? മക്കത്തും ഉണ്ടാവും. ആൾ അതേ സ്ഥാനത്ത് മദീനത്തും ഉണ്ടാവും. 40 തടികൾ വരെ ആകുന്ന ഒരു സൂഫി ഹുൽവത്തിന്റെ അവസ്ഥയിൽ നിന്ന് കശ്ഫിന്റെ ഹാലിലേക്ക് എത്തിയാൽ, ഈ കശ്ഫിന്റെ ഹാലിൽ ഈ മനുഷ്യൻ 40 ശരീരമായിട്ട് മാറും. 40 ശരീരം വരെ സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഒരുത്തൻ ചിലപ്പോൾ എന്ത് ചെയ്യും? നിസ്കരിക്കാണ്ട് നടക്കുന്നുണ്ടാവും. അപ്പൊ ഇതേ ആൾ എന്ത് ചെയ്യുന്നുണ്ടാവും? മക്കത്ത് ഇമാമായിട്ട് നിസ്കരിക്കുന്നുണ്ടാവും. ഇത് കഥയാൻ തോന്നുന്നുണ്ടോ? ഇത് സിനിമയൊന്നുമല്ലട്ടാ, ഇതാണ് സൂഫിസം. എന്നിട്ട് അതുപോലെ തന്നെ ഇയാൾക്ക് പല വെളിപ്പാടുകളും വരാൻ തുടങ്ങുന്നത് ഈ കശ്ഫിന്റെ അവസ്ഥയിലാണ്. ഈ കശ്ഫിന്റെ അവസ്ഥയിൽ ഇബാദത്ത്, അതാണ് ഫഅബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. വെറുതെ നല്ല ഖുർആൻ ആയത്ത് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഇബാദത്തുകൾ ഒഴിവാക്കുന്നത്. എന്താ അർത്ഥം? ഫഅബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നിനക്ക് യഖീൻ എത്തുന്നത് വരെ അള്ളാഹുവിനെ ആരാധിക്കുക. അപ്പൊ യഖീൻ എത്തിക്കഴിഞ്ഞാൽ ആള് കശ്ഫിന്റെ ഹാലിലാകും, പിന്നെ ആരാധന ആവശ്യമില്ല എന്നാണ്. യഥാർത്ഥത്തിൽ യഖീൻ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം എന്താ? മരണം എന്നാണ്. നീ മരിക്കുന്നത് വരെ ഇബാദത്ത് ചെയ്യണം എന്നാണ് ഖുർആന പറഞ്ഞത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? പിന്നെ മരണത്തിന്റെ തലേ ദിവസം വരെ ജമാഅത്തിന് പള്ളിയിൽ പോകാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ്. എന്നാൽ ഔലിയാക്കന്മാരുടെ സൂഫികളുടെ ഭാഷയിൽ എന്താണ്? ഫഅബ്ദുർ റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കശ്ഫിന്റെ ഹാലിലെത്തിയാൽ അയാൾ പിന്നെ ഇബാദത്ത് ചെയ്യേണ്ടതില്ല. അടുത്ത ഘട്ടമാണ് ഫനാ എന്ന് പറയുന്നത്. ഫനാ എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ട് ലയിച്ചു ചേരുക. അയാൾ എന്ത് ചെയ്തു? പടച്ചോനായിട്ട് ലയിച്ചു ചേരും. പിന്നെ എന്തില്ല? പടച്ചോൻ വേറെ ഞാൻ വേറെ എന്ന അവസ്ഥയിലില്ല. അതായത് വർഷങ്ങളോളം ഹുൽവത്തിന്റെ അവസ്ഥയിൽ നിന്ന് കശ്ഫിന്റെ അവസ്ഥയിൽ എത്തി, കശ്ഫിന്റെ അവസ്ഥയിൽ നിന്ന് ഫനാഇന്റെ അവസ്ഥയിലേക്ക് എത്തിയാൽ പിന്നെ മൂപ്പർക്ക് പടച്ചോൻ വേറെ ഞാൻ വേറെ എന്ന അവസ്ഥയില്ല. എന്തായി? പടച്ചവനുമായിട്ട് ഇയാൾ ലയിച്ചു ചേർന്നിരിക്കുന്നു. അതും വെറുതെ പറയല്ല, ഹദീസാണ്. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്റെ അടിമ, അള്ളാഹു പറഞ്ഞിരിക്കുന്ന എന്റെ അടിമ സുന്നത്തായ ഫർളായ കർമ്മങ്ങളിലൂടെ എന്നിലേക്ക് അടുക്കും. സുന്നത്തായ കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്താൽ അവൻ സംസാരിക്കുന്ന നാവ് ഞാനാവും, അവൻ പ്രവർത്തിക്കുന്ന കൈ ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാനാകും. ഇതൊക്കെ ആര് പറഞ്ഞ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. ഇത് വെച്ചിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ അപ്പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സുന്നത്തായ കർമ്മങ്ങൾ നന്നായി ചെയ്യുന്ന ആളുകൾ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും ചെയ്യൂല എന്നാണ്. ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഫനാഇന്റെ അവസ്ഥയിൽ എത്തിയാൽ പിന്നെ എന്തില്ല? പടച്ചവനും പടപ്പും പടച്ചവനും വേറെയില്ല എന്ന അവസ്ഥയിലേക്ക് ഇയാള് എത്തിച്ചേരും. അതോടുകൂടി ഇയാളൊരു നല്ല സൂഫിയായി മാറി. പിന്നെ ഇയാളിങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയും, മക്കത്ത് ഹറമ് കത്തുമ്പോൾ മൂപ്പരിങ്ങനെ വെള്ളം കോരി ഒഴിക്കും. നമ്മളെ സി എം മടൂരിനെ കുറിച്ച് പറയണൊക്കെ ഇല്ലേ? മൂപ്പരിങ്ങനെ ഒരു ദിവസം വെറുതെ വെള്ളം എടുത്ത് ഒഴിച്ചു. നോക്കുമ്പോൾ എന്താണ്?
ഇയാൾ എന്തെങ്കിലും വെള്ളം നോക്കുമ്പോൾ ഹറമിൽ തീ പിടിച്ചിട്ടുണ്ട്. ഹറമിൽ തീ പിടിച്ച മൂപ്പര് ഇവിടുന്ന് കെടുത്തുകയാണ്. എന്തുകൊണ്ട് അങ്ങനെ കാണാൻ കഴിയുന്നത്? മൂപ്പരി ആ ഫനാഇന്റെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന്റെ ബ്രാഹ്മണ വശം കൂടി കേൾക്കുക. ആദ്യം എന്ത് ചെയ്യണം? ഗൃഹപ്രസ്ഥത്തിൽ ഏർപ്പെടണം. ഒരാൾ യഥാർത്ഥ സന്യാസിയായി മാറണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഗൃഹപ്രസ്ഥത്തിൽ ഏർപ്പെടണം. ഈ ഗൃഹപ്രസ്ഥം എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് നേരത്തെ പറഞ്ഞ ഹിൽവത്ത്. ഒരു ഗുരുവിന്റെ കീഴിൽ എല്ലാം പഞ്ചപുച്ഛമടക്കിയിട്ട് എന്ത് ചെയ്യുക? കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഗൃഹപ്രസ്ഥം. അത് കഴിഞ്ഞിട്ട് പിന്നെ വനപ്രസ്ഥത്തിലേക്ക് പോകണം. എന്താ ഈ വനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ? കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായിട്ട് ജീവിക്കുക. അവിടെ നിന്ന് എന്ത് ചെയ്യണം? ലയിച്ചു ചേരുന്ന അവസ്ഥയുണ്ട്, അതിലേക്ക് എത്തിച്ചേരണം. അത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക? ബ്രഹ്മാവസ്ഥയിലേക്ക് എത്തുക. അഹം ബ്രഹ്മാസ്തി എന്ന് പറയുന്ന, ഞാനും ദൈവമാണ് നീയും ദൈവമാണ് എന്ന് പറയുന്ന ശങ്കരാചാര്യന്റെ അവസ്ഥയിലേക്ക് എത്തുക. ഇതിന്റെ മുസ്ലിം വേർഷനാണ് ഞാൻ ഈ പറഞ്ഞ സൂഫിസം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ബ്രാഹ്മണ മതത്തിലെ ബ്രഹ്മാവസ്ഥയിലേക്ക് എത്തലും, മറ്റൊന്ന് ഫനായിലേക്ക് മുസ്ലിം സൂഫികൾ എത്തുന്നതും. ഇത് രണ്ടും എന്ത് തന്നെയാണ്? യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. സൂഫിസം എന്ന് പറയുന്നത് വസ്തുതാപരമായി പഠിച്ചാൽ ബുദ്ധമതത്തിന്റെ ഇസ്ലാമിക വേർഷൻ മാത്രമാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണ മതത്തിന്റെ ഇസ്ലാമിക വേർഷൻ മാത്രമാണ് യഥാർത്ഥത്തിൽ എന്ത്? സൂഫിസം എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കാം. അതിന്റെ മുമ്പ് ഒരു കഥയും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ ബുദ്ധന്റെ കഥ കേട്ടിട്ടുണ്ടോ? ആരാ ബുദ്ധൻ? ശ്രീബുദ്ധൻ ബോധിമരത്തിന്റെ ചുവട്ടിൽ നിന്ന് എന്ത് ചെയ്തു? വിളിയാളം കിട്ടിയിട്ട് ആ ബുദ്ധമതത്തിന്റെ സ്ഥാപകനായി മാറിയാളെ. മൂപ്പർ എന്താ പ്രശ്നം എന്നറിയോ? ഒരു ദിവസം ആട്ടിടയനുമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത്, ഇയാൾ ആരാണ്? വലിയ രാജാവാണ്. ആ വേട്ടയ്ക്ക് വേണ്ടി പോകുന്ന സമയത്താണ് ഒരു വൃദ്ധനായ മനുഷ്യനെ കാണുകയും അയാളുടെ ഉപദേശം സ്വീകരിച്ച് പിന്നെ എല്ലാം ഒഴിവാക്കി, ഭാര്യയും മക്കളെയും ഒക്കെ ഒഴിവാക്കിയിട്ട് ബോധി വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയിട്ട് തപസ് ചെയ്ത് വെളിപാടുണ്ടാക്കിയ ആളാണ് ആര്? ബുദ്ധൻ. എന്നാൽ ഇതേ കഥ നിങ്ങൾക്ക് ഇസ്ലാമിൽ കാണാം. ആരാണ്? ഇബ്രാഹിമിന് അദ്ഹം. ഇബ്രാഹിമിന് അദ്ഹം ഒരു ദിവസം കൊട്ടാരത്തിൽ, അദ്ദേഹം ബിർക്ക് എന്ന് പറയുന്ന അഫ്ഗാന്റെ അടുത്തുള്ള ഒരു രാജ്യത്തിന്റെ രാജാവാണ്. മൂപ്പർ ഒരു ദിവസം ഇങ്ങനെ കൊട്ടാരത്തിൽ കിടന്നുറങ്ങുകയാണ്. അന്നേരം മട്ടുപ്പാവിൽ നിന്ന് ഭയങ്കര ബഹളം കേട്ടു. ബഹളം കേട്ടപ്പോൾ ചോദിച്ചു, ആരാതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞത് എൻ്റെ ഒരു ഒട്ടകത്തെ കളഞ്ഞു വരുന്നുണ്ട്, അതിനെ തെരയാണ്. അപ്പൊ രാജാവ് ചോദിച്ചു, നീ എന്ത് പൊട്ടനാടോ, നിന്റെ ഒട്ടകം കാണാതെ പോയി നീ മച്ചിന്റെ മുള്ളാണോ തെരയുന്നത്? അപ്പോ ഇയാൾ പറഞ്ഞു, അങ്ങനെയാണ് നിങ്ങൾ എത്രമാത്രം പൊട്ടനാ? ഈ കൊട്ടാരത്തിൽ ഈ സുഖസൗകര്യങ്ങളിലൊക്കെ കടന്നിട്ട് മോക്ഷം കിട്ടുമെന്ന് നീ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? അപ്പോഴാണ് ഇബ്രാഹിമിന് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത്. മൂപ്പര് പിറ്റേ ദിവസം തന്നെ രാവിലെ അനുചരന്മാരുമായിട്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? വഴിയിൽ കണ്ട ഒരു ആട്ടിടയന്റെ അടുക്കൽ നിന്ന് തന്റെ കുപ്പായ കൂരി കൊടുത്തിട്ട് ആട്ടിടയന്റെ രോമക്കുപ്പായിട്ട് അങ്ങനെ പോയി. പിന്നെ കുറെ കാലം തപസ് ചെയ്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നഗ്നപാതനായിട്ട് ഡ്രസ് ഇടാതെ എന്ത് ചെയ്യും? നടന്നു പോകാറുണ്ട് ഇബ്രാഹിമിന് അദ്ഹം. അങ്ങനത്തെ ആരാണിത് രണ്ടും? ബുദ്ധമതത്തിൽ പറഞ്ഞാൽ ശ്രീബുദ്ധനാണെങ്കിൽ, ഇസ്ലാം മതത്തിൽ പറഞ്ഞാൽ ഇബ്രാഹിമിന് അദ്ഹം ആയി എന്ന് മാത്രം. പറഞ്ഞത് സൂഫിസം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ആര്യമതം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്യാൻസർ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചോദ്യോത്തരം ഉണ്ടെങ്കിൽ അതിൽ പറയാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.